അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ച് ഒമാൻ കടലിടുക്കിൽ വെച്ച് ഇറാന്റെ എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേനയുടെ അതിശക്തമായ ആക്രമണം. ഇറാൻ പതാകയേന്തിയ MT ഹസ്ന എന്ന കപ്പലിന് നേരെയാണ് കഴിഞ്ഞ ദിവസം നാടകീയമായ സൈനിക നടപടി ഉണ്ടായത്. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂമിന് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും കപ്പൽ കടലിൽ നിശ്ചലമാവുകയും ചെയ്തു. അമേരിക്കൻ നാവികസേനയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് ഒമാൻ കടലിടുക്കിൽ വെച്ച് നടന്ന ഈ സൈനിക നീക്കം. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇറാനിയൻ തുറമുഖത്തേക്ക് എണ്ണ എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു MT ഹസ്ന എന്ന കപ്പൽ. ഗൾഫ് ഓഫ് ഒമാനിലൂടെയുള്ള ഈ യാത്ര അമേരിക്കൻ നാവിക ഉപരോധത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് വിലയിരുത്തിയ US സേന കപ്പലിന്റെ ഗതി തടയാൻ തുടക്കത്തിൽ നയതന്ത്രപരവും ആശയവിനിമയപരവുമായ മാർഗങ്ങളാണ് സ്വീകരിച്ചത്. കപ്പലിനോട് യാത്ര അടിയന്തരമായി നിർത്താനും പരിശോധനകൾക്ക് വിധേയമാകാനും റേഡിയോ സന്ദേശങ്ങളിലൂടെയും മറ്റ് സിഗ്നലുകളിലൂടെയും നിരവധി തവണ കർശനമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെയെല്ലാം പൂർണ്ണമായും അവഗണിക്കുകയും നിശ്ചിത പാതയിൽ തന്നെ കപ്പൽ വേഗത കുറയ്ക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തതോടെയാണ് സ്ഥിതിഗതികൾ പ്രകോപനപരമായ ഘട്ടത്തിലേക്ക് നീങ്ങിയത്. സമാധാനപരമായ താക്കീതുകൾ ഫലം കാണാതെ വന്ന സാഹചര്യത്തിൽ മേഖലയിലെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തിയും തങ്ങളുടെ ഉപരോധം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായും കപ്പലിനെ ബലപ്രയോഗത്തിലൂടെ തടയാൻ അമേരിക്കൻ സൈനിക നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഈ കടുത്ത സൈനിക നടപടി കേവലം ഒരു തടസ്സപ്പെടുത്തൽ എന്നതിലുപരി പശ്ചിമേഷ്യൻ കടൽ മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെ തന്ത്രപരമായ നീക്കമായി കൂടി വിലയിരുത്തപ്പെടുന്നു. അത്യന്തം നാടകീയമായ സൈനിക നീക്കങ്ങളിലൂടെയാണ് അമേരിക്കൻ നാവികസേന MT ഹസ്നയ്ക്ക് നേരെയുള്ള ആക്രമണം നടപ്പിലാക്കിയത്. മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള US നേവിയുടെ അതിശക്തമായ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ നിന്നാണ് ഈ ഓപ്പറേഷൻ പൂർണ്ണമായും ഏകോപിക്കപ്പെട്ടത്. ഇറാനിയൻ കപ്പൽ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് നീങ്ങിയതോടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും സജ്ജമായ FBAR-A-18 സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനങ്ങൾ രംഗത്തിറങ്ങി. കപ്പലിന് തൊട്ടുമുകളിലൂടെ താഴ്ന്നു പറന്ന് ഭീതി ജനിപ്പിച്ച ശേഷമായിരുന്നു സൈന്യത്തിന്റെ അടുത്ത നീക്കം. കപ്പലിനെ പൂർണ്ണമായി തകർക്കാനോ മുക്കാനോ ലക്ഷ്യമിടാതെ അതിന്റെ യാത്ര തടയുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടെ കപ്പലിന്റെ എഞ്ചിൻ റൂം ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങളിൽ നിന്നും 20 മില്ലിമീറ്റർ പീരങ്കികൾ ഉപയോഗിച്ച് അതിശക്തമായ വെടിയുതിർത്തു. ഈ കൃത്യമായ ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ സംവിധാനത്തിന് മാരകമായ തകരാറുകൾ സംഭവിക്കുകയും കപ്പൽ പൂർണ്ണമായും പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ഇതോടെ യാത്ര തുടരാൻ MT ഹസ്ന കടലിൽ നിശ്ചലമായി കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായി. ഒരു വൻ ദുരന്തം ഒഴിവാക്കിക്കൊണ്ട് തന്നെ കപ്പലിന്റെ ചലനശേഷി ഇല്ലാതാക്കാൻ സാധിച്ചു എന്നത് അമേരിക്കൻ സൈനിക സാങ്കേതികതയുടെ കരുത്തായി US സെൻട്രൽ കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നു. അത്യന്തം അപകടകരമായേക്കാവുന്ന ഒരു സൈനിക നീക്കമായിരുന്നിട്ടും ആക്രമണത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളും സുരക്ഷാ സാഹചര്യങ്ങളും നിലവിൽ നിയന്ത്രണ വിധേയമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. MT ഹസ്നയ്ക്ക് നേരെ നടന്ന പീരങ്കി ആക്രമണത്തിൽ കപ്പലിന്റെ പ്രവർത്തനശേഷി നഷ്ടമാവുകയും അതിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് ആർക്കും തന്നെ പരിക്കുകളേറ്റതായി ഇതുവരെ വിവരമില്ല എന്നത് വലിയ ആശ്വാസമായി കണക്കാക്കപ്പെടുന്നു. ആക്രമണത്തെ തുടർന്ന് സമുദ്രത്തിലേക്ക് എണ്ണ വ്യാപകമായി ചോരാനും വലിയൊരു പരിസ്ഥിതി ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യതയും അധികൃതർ മുൻകൂട്ടി കണ്ടിരുന്നു. എന്നാൽ എഞ്ചിൻ റൂം മാത്രം ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയുടെ കൃത്യമായ ആക്രമണം മൂലം കപ്പലിന്റെ സംഭരണികളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നിലവിൽ സമുദ്രത്തിൽ എണ്ണ ചോർച്ചയുടെ സൂചനകളില്ലെന്നും വ്യക്തമായിട്ടുണ്ട്. അമേരിക്കൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി അതീവ ജാഗ്രതയോടെയാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. മേഖലയിൽ പരിസ്ഥിതിക്കും മനുഷ്യജീവനും ഭീഷണിയുണ്ടാകാത്ത വിധം ഉപരോധം നടപ്പിലാക്കുക എന്നതായിരുന്നു ഈ സംയുക്ത നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കൻ നാവികസേനയുടെ നടപടിയോട് അതിശക്തമായ ഭാഷയിലാണ് ഇറാൻ ഭരണകൂടം പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായും ഈ സംഭവത്തെ കാണുന്ന ഇറാൻ ഇതിനെ വെറും ഒരു സൈനിക നീക്കമായല്ല, മറിച്ച് ആധുനിക കാലത്തെ കടൽ കൊള്ളയായാണ് വിശേഷിപ്പിച്ചത്. സമാധാനപരമായ ചരക്ക് നീക്കത്തെ തടസ്സപ്പെടുത്തുന്നതും ഒരു രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലിനെ ആക്രമിക്കുന്നതും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ടെഹ്റാൻ ചൂണ്ടിക്കാട്ടി. ഈ ആക്രമണത്തിന് തക്കതായ സമയത്ത് കടുത്ത രീതിയിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സൈനിക നീക്കത്തെ നിയമപരമായി ഉന്നയിക്കുമെന്നും വ്യക്തമാക്കി.
മേഖലയിൽ അസ്ഥിരത പടർത്തുന്ന ഇത്തരം പ്രകോപനങ്ങൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാന്റെ ഔദ്യോഗിക വക്താക്കൾ പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ദശാബ്ദങ്ങളിലെ ഏറ്റവും വഷളായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നത് ഗൗരവകരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇറാന്റെ വരുമാന മാർഗങ്ങളെ പൂർണ്ണമായും തടയുന്നതിനും സമുദ്രപാത വഴിയുള്ള ആയുധക്കടത്ത് നിർത്തലാക്കുന്നതിനുമായി അമേരിക്ക മേഖലയിൽ ഏർപ്പെടുത്തിയ കർശനമായ നാവിക ഉപരോധം നിലവിൽ ശക്തമാണ്. ഈ ഉപരോധം ലംഘിക്കുന്ന ഏത് നീക്കത്തിനുമെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. MT ഹസ്നിക്ക് നേരെ നടന്ന ആക്രമണം കേവലം ഒരു കപ്പലിനെ തടയൽ മാത്രമല്ല, മറിച്ച് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്ന ഒന്നാണ്. ലോകത്തിലെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന സിരയായ ഹോർമുസ് കടലിടുക്കിന്റെ സമാധാനാന്തരീക്ഷത്തെ ഈ സംഭവം സാരമായി ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഭയപ്പെടുന്നു. ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ അത് ആഗോള ഇന്ധന വിപണിയെയും അതുവഴി ലോക സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശം ഇപ്പോൾ യുദ്ധഭീതിയുടെ നിഴലിലാണ്. പശ്ചിമേഷ്യയിൽ മറ്റൊരു വലിയ യുദ്ധത്തിനുള്ള തിരികൊളുത്തലാണോ ഈ സംഭവമെന്ന് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നു. MT ഹസ്ന നിലവിൽ എവിടെയാണ് ഉള്ളതെന്നോ അതിലെ ജീവനക്കാരെ ഇറാൻ തിരികെ കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഈ സൈനിക നീക്കം.